വളരെ തളർന്ന് അവശനായി താൻ തന്നെ നിയോഗിച്ച ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെയധികം തളർന്ന് അവശനായി നിന്ന ഒരു രാഷ്ട്രീയമായാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായി അവശനായി നിന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു നേതാവിൻ്റെ ഒരു കിരീടം അണിയിച്ചു കൊടുക്കുകയാണ് ഈ ഇവൻ്റ് ഒന്നാമതായി നടത്തിയത്. അതുവഴി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നോടൊപ്പം നിൽക്കാത്ത കുറേ പേരെ കൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത് അനുഭാവികളല്ല, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരല്ല. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിനെ ഒരു 50% അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് പറയാതെ പറയുകയും കൂടെയാണ് ഇന്ന് ചെയ്തത്. പാർട്ടി ഓഫീസിൽ കയറി അവിടുത്തെ പ്രതികളെ പിടിക്കാൻ പോയത് അവരെ അകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പാർട്ടി ഓഫീസിൽ നിന്ന് പിടിച്ചു എന്ന് റെക്കോർഡ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പോലീസിൽ നിന്ന് മാറിയിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇറക്കി വിട്ട് വേറെ കുറച്ച് 100 മീറ്റർ അപ്പുറത്തോട്ട് പോയി പാളയം ജംഗ്ഷനിൽ വെച്ച് ഞങ്ങൾ ഇവരെ സാഹസമായി പിടികൂടിയെന്നേ ഇനി പോലീസിന് പറയാൻ കഴിയുള്ളൂ.